ഞാൻ ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സർവകലാശാലകൾ, അവയുടെ ആസ്ഥാനങ്ങൾ, സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുമ്പോൾ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറഞ്ഞാൽ ഡൽഹി സർവകലാശാലയാണ് കേട്ടോ. ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഡൽഹി യൂണിവേഴ്സിറ്റി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി ട്രൈബൽ സർവകലാശാല, അമർഖണ്ഡ് മധ്യപ്രദേശ് കേട്ടോ. അതായത് ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി, അമർഖണ്ഡ് മധ്യപ്രദേശ്. അതുപോലെ പറയുകയാണെങ്കിൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ അതെവിടെയാണ്? ഗർഗവോൺ, ഹരിയാന. ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഗർഗവോൺ, ഹരിയാന. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ തന്നെ രാജീവ് ഗാന്ധി പ്രൗദ്യോഗികി വിശ്വവിദ്യാലയ എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജീവ് ഗാന്ധി പ്രൗദ്യോഗികി വിശ്വവിദ്യാലയ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഭോപ്പാൽ, മധ്യപ്രദേശ്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി പ്രൗദ്യോഗികി വിശ്വവിദ്യാലയം. അത് ഭോപ്പാലിലാണ്. ഭോപ്പാൽ മധ്യപ്രദേശിലാണ് കേട്ടോ. രാജീവ് ഗാന്ധി പ്രൗദ്യോഗികി വിശ്വവിദ്യാലയ ലൊക്കേറ്റഡ് അറ്റ് ഭോപ്പാൽ, മധ്യപ്രദേശ്. അതുപോലെ പറയുകയാണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സൗജന്യ കോഴ്സുകൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. ഓർത്തുവെച്ചുകൊള്ളുക. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ കോഴ്സുകൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഏത്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹിയാണ്. Which university first started free courses to handicapped student? ആൻസർ എന്താണ്? ആൻസർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അവിടെയാണ്, ന്യൂഡൽഹിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച റേഡിയോ ചാനൽ ഏതാണ്? നമ്മൾ നേരത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച റേഡിയോ ചാനലാണ് ഗ്യാൻവാണി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് റേഡിയോ ചാനൽ ഗ്യാൻവാണി. അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ടെലിവിഷൻ ചാനൽ ഏതാണെന്ന് അറിയാമോ? ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് ഗ്യാൻ ദർശൻ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ദ ടെലിവിഷൻ ചാനൽ. ആൻസർ ഗ്യാൻ ദർശൻ. അതുപോലെ സ്വന്തമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? തീഹാർ ജയിലാണ്. വിച്ച് ജയിൽ ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച ജയിൽ ഏതാണ്? തീഹാർ ജയിൽ. അതെവിടെയാണ്? ന്യൂ ഡൽഹിയാണ്. അതുപോലെ തന്നെ വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ആൻസർ എന്താണ്? അണ്ണാ യൂണിവേഴ്സിറ്റി. കമ്മ്യൂണിറ്റി റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അണ്ണാ സർവകലാശാലയാണ്. അണ്ണാ സർവകലാശാല തമിഴ്നാടാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? സർദാർ പട്ടേൽ സർവകലാശാല. അതെവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ആൻസർ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി, ഗുജറാത്തിലാണ്. അതുപോലെ വളരെ പരീക്ഷകൾ ചോദിക്കാൻ കൊള്ളുന്ന ക്വസ്റ്റ്യനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്?
ലഖ്നൗ ഉത്തർപ്രദേശ്. ലഖ്നൗ ഉത്തർപ്രദേശ്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കലാണ്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ലഖ്നൗ ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ ഏക സർവകലാശാല ഏതാണെന്നറിയാമോ? വിശ്വഭാരതി സർവകലാശാല. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇവിടെയാണ്, കൊൽക്കത്തയിലാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്ത. ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. Prime Minister of India is the Chancellor of വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എല്ലായ്പ്പോഴും ആരായിരിക്കും? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇനി കേരളത്തിലെ സർവകലാശാലകൾ അവയുടെ ആസ്ഥാനങ്ങളെക്കുറിച്ചും പറയുകയാണ്. കേരളത്തിലെ സർവകലാശാലകൾ. അപ്പം കേരള യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ട്രിവാൻഡ്രം മാറി തിരുവനന്തപുരം എന്നും പറയും കേട്ടോ. കേരള യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് തിരുവനന്തപുരം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അത് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാത്മാഗാന്ധി സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അതിരമ്പുഴ, കോട്ടയം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് അതിരമ്പുഴ, കോട്ടയം. മലയാളം യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? മലയാളം സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? തിരൂർ, മലപ്പുറം. മലയാളം യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് തിരൂർ, മലപ്പുറം. മലയാളം റിസർച്ച് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അത് ഇവിടെ തന്നെയാണ്. എവിടെയാണ്? തിരൂർ, മലപ്പുറം തന്നെയാണ്. മലയാളം റിസർച്ച് സെന്റർ സിറ്റുവേറ്റഡ് അറ്റ് തിരൂർ, മലപ്പുറം. അതുപോലെ പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കണ്ണൂർ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് അറ്റ് കണ്ണൂർ. അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓർത്തിട്ടുള്ള കാസർഗോഡാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആരോഗ്യ സർവകലാശാല എവിടെയാണ്? ആരോഗ്യ സർവകലാശാല എവിടെയാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. ഹെൽത്ത് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് തൃശ്ശൂർ. കാർഷിക സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂർ. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് മണ്ണൂത്തി, തൃശ്ശൂർ. അതുപോലെ പറയുകയാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള സാഹിത്യ അക്കാദമി എവിടെയാണ്? തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂർ. കേരള സംഗീത നാടക അക്കാദമി അത് ഇവിടെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. കേരള സംഗീത നാടക അക്കാദമി ലൊക്കേറ്റഡ് തൃശ്ശൂർ. അതുപോലെ തന്നെ കേരള ഫോക്ക്ലോർ അക്കാദമി കണ്ണൂർ. കേരള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് അറ്റ് കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ കേരള വനം അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇവിടെയാണ്, ട്രിവാൻഡ്രം. കേരള ഫോറസ്റ്റ് അക്കാദമി ലൊക്കേറ്റഡ് അറ്റ് ട്രിവാൻഡ്രം. അതുപോലെ ഏഴിമല നേവൽ ട്രെയിനിങ് സെന്റർ ലൊക്കേറ്റഡ് അറ്റ് കണ്ണൂർ. ഏഴിമല നേവൽ ട്രെയിനിങ് സെന്റർ ലൊക്കേറ്റഡ് അറ്റ് കണ്ണൂർ. കേട്ടോ, ലാർജസ്റ്റ് നേവൽ ട്രെയിനിങ് സെന്റർ ഓഫ് ഏഷ്യ ഏഴിമല നേവൽ ട്രെയിനിങ് സെന്റർ. അത് എവിടെയാണ്? കണ്ണൂരിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ടു ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ വീഡിയോ കാണുന്നത് എന്തെങ്കിലും തുടർച്ചയായിട്ട് കാണുക. കാരണം ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാദമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആർക്കും ഇത് കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ.